പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധിയുടെ സുഗന്ധം പരത്തുന്ന ആത്മീയ വഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെന്നെത്തുന്നത് സഭയുടെ ചരിത്രത്തിലെ അതിശക്തനായ ഒരു ഇടയൻ്റെ സന്നിധിയിലേക്കാണ്. വാക്കുകളിൽ തേൻതുള്ളികൾ ഒളിപ്പിച്ചവൻ, അധികാരത്തിൻ്റെ ചെങ്കോലിനേക്കാൾ വിശ്വാസത്തിൻ്റെ കുരിശിനെ പ്രണയിച്ചവൻ, ലൗകിക ഭരണാധികാരിയായി ജനഹൃദയങ്ങൾ കീഴടക്കി ഒടുവിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി മാറിയ വിശുദ്ധ അംബ്രോസിനെയാണ് ഇന്ന് നാം അറിയാൻ പോകുന്നത്. നീതിക്കും സത്യത്തിനും വേണ്ടി ചക്രവർത്തിമാരുടെ മുൻപിൽ പോലും തലകുനിക്കാതെ നിന്ന ആ ധീരമായ ജീവിതം ആധുനിക ലോകത്ത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വഴിതെറ്റി നടന്ന അഗസ്റ്റിനെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ അംബ്രോസിൻ്റെ വാക്കുകൾക്ക് എങ്ങനെ സാധിച്ചു? വിശ്വാസത്തിൻ്റെ തേൻമൊഴികളുമായി സഭയെ നയിച്ച ഈ വേദപാരംഗതൻ്റെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. AD 340 ജർമ്മനിയിലെ ട്രയറിലാണ് അംബ്രോസ് ജനിച്ചത്. റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അംബ്രോസ് ശിശുവായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ച് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം മുറ്റത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കൂട്ടം തേനീച്ചകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഇരുന്നു. പരിഭ്രാന്തരായ ബന്ധുക്കൾ അവയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ തേനീച്ചകൾ അദ്ദേഹത്തിന് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കാതെ ആകാശത്തേക്ക് പറന്നുപോയി. ഇത് കണ്ട പിതാവ് അത്ഭുതത്തോടെ പറഞ്ഞു, ഈ കുട്ടി വളരുമ്പോൾ ലോകം കേൾക്കുന്ന ഏറ്റവും മധുരതരമായ വാക്കുകൾ ഇദ്ദേഹത്തിൻ്റെതായിരിക്കും. ആ തേനീച്ചകൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഉപേക്ഷിച്ചു പോയത് കേവലം തേനായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു പ്രഭാഷകൻ്റെ വാഗ്ദാനമായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ തേൻമൊഴിയുള്ള ഡോക്ടർ എന്ന് സഭ വിശേഷിപ്പിച്ചത്. റോമിൽ നിയമവും സാഹിത്യവും പഠിച്ച അംബ്രോസ് തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും നീതിബോധം കൊണ്ടും എല്ലാവരെയും അതിശയിപ്പിച്ചു. അധികം വൈകാതെ തന്നെ അദ്ദേഹം റോമൻ ഭരണകൂടത്തിൻ്റെ ഉയർന്ന പദവികളിൽ എത്തിച്ചേർന്നു. ലൗകികമായ അധികാരത്തിൻ്റെ ഉന്നതിയിലായിരുന്നപ്പോഴും ആത്മീയമായ ഒരു വലിയ വിളി അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. യൗവനകാലത്ത് തന്നെ അദ്ദേഹം മിലാൻ നഗരത്തിൻ്റെ ഗവർണറായി നിയമിതനായി. അക്കാലത്ത് മിലാൻ വലിയ രാഷ്ട്രീയ മത സംഘർഷങ്ങളുടെ വേദിയായിരുന്നു. ആര്യനിസം എന്ന തെറ്റായ സിദ്ധാന്തവും കത്തോലിക്ക വിശ്വാസികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായ കാലമായിരുന്നു അത്. ഗവർണർ എന്ന നിലയിൽ നീതി നടപ്പിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. എന്നാൽ ദൈവം അദ്ദേഹത്തെ കേവലം ഒരു ലൗകിക ഭരണാധികാരിയായിട്ടല്ല, മറിച്ച് തൻ്റെ സഭയുടെ കാവൽക്കാരനായിട്ടാണ് കണ്ടത്. ഒരു ഭരണാധികാരിയിൽ നിന്ന് സഭയുടെ പിതാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. മിലാനിലെ ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെ മാധുര്യവും പെരുമാറ്റത്തിലെ വിനയവും ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി മാറ്റി. എന്നാൽ താൻ ഒരു മെത്രാനായി മാറുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു സാധാരണ വിശ്വാസിയായി പോലും മാറിയിട്ടില്ലാത്ത, മാമോദീസ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നവവിശ്വാസി മാത്രമായിരുന്നു അദ്ദേഹം. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നതല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്ന വലിയ സത്യം അംബ്രോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയായിരുന്നു. AD 374 മിലാനിലെ മെത്രാൻ അന്തരിച്ചപ്പോൾ പുതിയ മെത്രാനെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. കത്തോലിക്കരും ആര്യൻ വിശ്വാസികളും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയെത്തി. ഗവർണർ എന്ന നിലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അംബ്രോസ് പള്ളിയിലെത്തി. ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ ജനക്കൂട്ടം ശാന്തമായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ സമാധാനവും യുക്തിയും എല്ലാവരെയും സ്പർശിച്ചു. പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടു, അംബ്രോസ് മെത്രാൻ, അംബ്രോസ് മെത്രാൻ. നിമിഷ നേരം കൊണ്ട് ആ മുദ്രാവാക്യം പള്ളി മുഴുവൻ ഏറ്റുവിളിച്ചു. ആര്യൻ പക്ഷക്കാരും കത്തോലിക്കരും ഒരേ സ്വരത്തിൽ അംബ്രോസിനെ മെത്രാനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് അംബ്രോസ് ഞെട്ടിപ്പോയി. താനൊരു വൈദികൻ പോലുമല്ലെന്നും തനിക്ക് അതിനുള്ള യോഗ്യതയൊന്നുമില്ലെന്നും അദ്ദേഹം വാദിച്ചു.
ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം രാത്രിയിൽ നഗരം വിട്ട് ഓടിപ്പോകാൻ പോലും ശ്രമിച്ചു. എന്നാൽ നഗരത്തിൻ്റെ എല്ലാ കവാടങ്ങളും ജനങ്ങൾ അടച്ചു. അദ്ദേഹത്തെ കണ്ടെത്തുന്നതുവരെ അവർ വിശ്രമിച്ചില്ല. ഒടുവിൽ ചക്രവർത്തിയുടെ ഉത്തരവ് കൂടി വന്നതോടെ ദൈവഹിതത്തിന് അദ്ദേഹം കീഴടങ്ങി. 8 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മാമോദീസ സ്വീകരിക്കുകയും സഭയിലെ വിവിധ പദവികൾ കടന്ന് മെത്രാനായി അഭിഷിക്തനാവുകയും ചെയ്തു. ഒരു ലൗകിക ഗവർണറിൽ നിന്ന് സഭയുടെ ആത്മീയ തലവനിലേക്കുള്ള മാറ്റം മിലാൻ നഗരത്തിന് പുതിയൊരു പ്രത്യാശ നൽകി. തൻ്റെ പക്കലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും വസ്തുവകകളും അദ്ദേഹം ദരിദ്രർക്കായി വീതിച്ചു നൽകി. താൻ ഭരിക്കേണ്ടത് ജനങ്ങളെയല്ല, മറിച്ച് അവരുടെ ആത്മാക്കളെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അംബ്രോസ് എന്ന പേരിൻ്റെ അർത്ഥം അമരൻ എന്നാണ്. സഭയുടെ ചരിത്രത്തിൽ അമരനായി മാറാനുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. മെത്രാനായ ഉടനെ അദ്ദേഹം വേദശാസ്ത്ര പഠനത്തിൽ മുഴുകി. പണ്ഡിതനായിരുന്ന അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ പഠിക്കുകയും ലളിതമായ ഭാഷയിൽ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ദൂരദേശങ്ങളിൽ നിന്നു പോലും ആളുകൾ ഒഴുകിയെത്തി. അഹങ്കാരമോ പദവികളോ അദ്ദേഹത്തെ ബാധിച്ചില്ല. എല്ലാവർക്കും പ്രാപ്യനായ ഒരു പിതാവായി അദ്ദേഹം മാറി. സഭ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടാൻ അദ്ദേഹം തൻ്റെ ഭരണപരമായ കഴിവും ആത്മീയ ജ്ഞാനവും ഒരുപോലെ ഉപയോഗിച്ചു. അക്കാലത്ത് സഭയെ ഉലച്ചിരുന്ന ആര്യനിസം എന്ന തെറ്റായ വിശ്വാസത്തിനെതിരെ അംബ്രോസ് ശക്തമായി നിലകൊണ്ടു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഈ സിദ്ധാന്തം ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ സഭയിൽ പടരുകയായിരുന്നു. എന്നാൽ സത്യവിശ്വാസത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ചക്രവർത്തിയുടെ അമ്മയായ ജസ്റ്റീന ആര്യൻ വിശ്വാസിയായിരുന്നു. പള്ളികൾ ആര്യൻ പക്ഷക്കാർക്ക് വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ അംബ്രോസ് അത് ധീരമായി നിരസിച്ചു. ചക്രവർത്തിയുടെ സൈന്യം പള്ളി വളഞ്ഞപ്പോൾ അംബ്രോസും വിശ്വാസികളും ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു. പള്ളികൾ ചക്രവർത്തിയുടേതല്ല, ദൈവത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സൈനികർക്ക് മുന്നിൽ ആയുധമെടുക്കുന്നതിന് പകരം സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ അദ്ദേഹം വിശ്വാസികളെ പഠിപ്പിച്ചു. അംബ്രോസിയൻ ഗീതങ്ങൾ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ സംഗീതം സൈനികരുടെ ഹൃദയങ്ങളെ പോലും മാറ്റിമറിച്ചു. സഭയുടെ അധികാരം ലൗകിക ഭരണകൂടത്തിന് കീഴിലല്ലെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ധീരതയും ആത്മീയ കരുത്തും കണ്ട് ചക്രവർത്തിക്ക് പിന്തിരിയേണ്ടി വന്നു. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ചക്രവർത്തിക്ക് അധികാരമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ചക്രവർത്തി സഭയ്ക്കുള്ളിലാണ്, സഭയ്ക്ക് മുകളിലല്ല എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ ചരിത്രപ്രസിദ്ധമാണ്. വിശ്വാസ സത്യങ്ങൾ സംരക്ഷിക്കാൻ തൻ്റെ ജീവൻ നൽകാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നു. സഭയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം വരും തലമുറകൾക്ക് വലിയൊരു പാഠമായി മാറി. കേവലം ഒരു ഭരണാധികാരി എന്ന നിലയിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ആര്യനിസത്തിൻ്റെ വേരുകൾ അറുത്തുമാറ്റി. സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ഈ തീക്ഷ്ണത അദ്ദേഹത്തെ സഭയിലെ 4 പ്രധാന വേദപാരംഗതന്മാരിൽ ഒരാളാക്കി മാറ്റി. ബുദ്ധിശക്തിയും വിശ്വാസവും എങ്ങനെ ഒത്തുപോകണമെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ലോകത്തിന് കാട്ടിക്കൊടുത്തു. വിശുദ്ധ അംബ്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തരമായിരുന്നു. വഴിതെറ്റി നടന്ന അഗസ്റ്റിൻ അംബ്രോസിൻ്റെ പ്രസംഗങ്ങളിലെ മാധുര്യവും യുക്തിയും കേൾക്കാനാണ് മിലാനിലെ പള്ളിയിലെത്തിയത്. എന്നാൽ ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അംബ്രോസിൻ്റെ വിജ്ഞാനവും വിനയവും അഗസ്റ്റിനെ അത്ഭുതപ്പെടുത്തി. ഒരു പിതാവിനെ പോലെ അംബ്രോസ് അഗസ്റ്റിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അഗസ്റ്റിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്ക തൻ്റെ മകൻ്റെ മാറ്റത്തിനായി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അംബ്രോസ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയധികം കണ്ണീരൊഴുക്കുന്ന മകൻ നശിച്ചു പോവുകയില്ല. ആ വാക്കുകൾ സത്യമായി ഭവിച്ചു. AD 387 ഈസ്റ്റർ രാത്രിയിൽ അംബ്രോസ് അഗസ്റ്റിനെ മാമോദീസ മുക്കി. സഭയിലെ മറ്റൊരു മഹാപണ്ഡിതനെ വളർത്തിയെടുക്കുന്നതിന് അംബ്രോസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഈ 2 വിശുദ്ധരുടെ കൂടിക്കാഴ്ച സഭാചരിത്രത്തിലെ തന്നെ സുവർണ നിമിഷമാണ്. അംബ്രോസ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് വിശുദ്ധ അഗസ്റ്റിനെ ലഭിക്കുകയില്ലായിരുന്നു. ശിഷ്യൻ്റെ കഴിവുകളെ തിരിച്ചറിയുകയും അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ ഗുരുവായിരുന്നു അദ്ദേഹം. തന്നേക്കാൾ വലിയ പണ്ഡിതനായി അഗസ്റ്റിൻ വളരുമെന്ന്
അദ്ദേഹം അറിഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. സഭയിൽ ജ്ഞാനത്തിൻ്റെ പുതിയൊരു യുഗം തുടങ്ങാൻ ഈ ആത്മീയ ബന്ധം കാരണമായി. അംബ്രോസിൻ്റെ വിനയവും ലളിതമായ ജീവിതശൈലിയും അഗസ്റ്റിനെ അങ്ങേയറ്റം സ്വാധീനിച്ചു. അഗസ്റ്റിൻ തൻ്റെ കൺഫെഷൻ എന്ന പുസ്തകത്തിൽ അംബ്രോസിനെക്കുറിച്ച് വളരെയധികം ആദരവോടെ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ പ്രസംഗങ്ങൾ മാത്രമല്ല, സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും അത്യാവശ്യമാണെന്ന് അംബ്രോസ് തെളിയിച്ചു. അഗസ്റ്റിനെ പോലൊരു വ്യക്തിയെ മാറ്റാൻ കഴിഞ്ഞത് അംബ്രോസിൻ്റെ വാക്കുകളിലെ ആ തേൻതുള്ളികൾ കൊണ്ടായിരുന്നു. അംബ്രോസിൻ്റെ നീതിബോധം ചക്രവർത്തിമാർക്ക് പോലും വെല്ലുവിളിയായിരുന്നു. AD 390 തിയോഡോഷ്യസ് ചക്രവർത്തി തെസ്സലോനിക്കായിലെ ജനങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കാൻ ഉത്തരവിട്ടു. 7000-ഓളം പേർ ആ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞ അംബ്രോസ് അത്യധികം ദുഃഖിതനായി. ചക്രവർത്തി പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അംബ്രോസ് പള്ളിവാതിൽക്കൽ തടഞ്ഞു നിർത്തി. ചക്രവർത്തിയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ കൈകളിൽ നിരപരാധികളുടെ രക്തമുണ്ട്. അത് കഴുകിക്കളയാതെ നീ പള്ളിക്കുള്ളിൽ പ്രവേശിക്കരുത്. ലോകം വിറപ്പിക്കുന്ന ചക്രവർത്തിയെ പള്ളിക്കു പുറത്ത് നിർത്താൻ അംബ്രോസിന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. പശ്ചാത്തപിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. മാസങ്ങളോളം ചക്രവർത്തി പള്ളിക്കു പുറത്ത് നിൽക്കേണ്ടി വന്നു. ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വച്ച് ചക്രവർത്തി തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. സഭയുടെ നിയമം ചക്രവർത്തിക്കും ബാധകമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ സംഭവം സഭയും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം വരുത്തി. നീതി നടപ്പിലാക്കാൻ ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കാനുള്ള ആർജവം അദ്ദേഹം കാട്ടി. ചക്രവർത്തിക്ക് അംബ്രോസിനോട് ദേഷ്യമല്ല, മറിച്ച് ബഹുമാനമാണ് തോന്നിയത്. തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ ധൈര്യമുള്ള ഒരേയൊരു വ്യക്തി അംബ്രോസ് മാത്രമാണെന്ന് ചക്രവർത്തി പിന്നീട് പറഞ്ഞു. അധികാരത്തിനു മുന്നിൽ മുട്ടുമടക്കാത്ത ആത്മീയ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇത്. ദരിദ്രനായാലും ചക്രവർത്തിയായാലും ദൈവത്തിൻ്റെ നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഈ സംഭവം അംബ്രോസിൻ്റെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ചു. നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് അദ്ദേഹം ഇന്നും ഒരു വലിയ ഊർജമാണ്. സഭയുടെ ആരാധനാക്രമത്തിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ്. മിലാൻ കേന്ദ്രമാക്കി അദ്ദേഹം രൂപപ്പെടുത്തിയ ആരാധനാക്രമം അംബ്രോസിയൻ രീതി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും മിലാനിലെ പള്ളികളിൽ ഈ പ്രത്യേക രീതി പിന്തുടരുന്നുണ്ട്. വിശ്വാസികൾക്ക് സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും അദ്ദേഹം രചിച്ചു. സംഗീതത്തെ ദൈവസ്തുതിക്കായി അദ്ദേഹം അതിമനോഹരമായി ഉപയോഗിച്ചു. തേദോം എന്ന വിശ്വപ്രസിദ്ധമായ സ്തുതിഗീതം അംബ്രോസും അഗസ്തീനും ചേർന്ന് രചിച്ചതാണെന്ന് പറയപ്പെടുന്നു. 2 ഭാഗങ്ങളായി പാടുന്ന രീതി സഭയിൽ വ്യാപകമാക്കിയത് അദ്ദേഹമാണ്. പള്ളിയിലെ പ്രാർത്ഥനകൾ കേവലം ചടങ്ങുകളല്ല, മറിച്ച് വിശ്വാസികളുടെ ആത്മാവിനെ ഉണർത്തുന്ന സംഗീതമായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ഗീതങ്ങൾ അക്കാലത്തെ അവിശ്വാസികളെ പോലും പള്ളിയിലേക്ക് ആകർഷിച്ചു. സംഗീതം വഴി സത്യവിശ്വാസം ജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കവിതകളും സംഗീതവും ദൈവശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ സമന്വയിപ്പിച്ചു. സഭയിലെ ആദ്യത്തെ വലിയ സംഗീതജ്ഞരിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ആരാധനാക്രമത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ വിശ്വാസികളെ കൂടുതൽ ഭക്തിയിലേക്ക് നയിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ലളിതവും എന്നാൽ ആഴമേറിയതുമായിരുന്നു. ലാറ്റിൻ ഭാഷയുടെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ വരികളിൽ കാണാം. പ്രാർത്ഥനകളിൽ സംഗീതം ഉൾപ്പെടുത്തിയത് സഭയുടെ ആത്മീയ ജീവിതത്തിന് പുതിയൊരു മാനം നൽകി. ഇന്നും നമ്മൾ പള്ളികളിൽ പാടുന്ന പല ഗീതങ്ങളുടെയും പ്രചോദനം വിശുദ്ധ അംബ്രോസിൻ്റെ ആ പഴയ ഗീതങ്ങളാണ്. അംബ്രോസ് ഒരു വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നുവെങ്കിലും മെത്രാനായ ശേഷം അദ്ദേഹം തികച്ചും ലളിതമായ ജീവിതമാണ് നയിച്ചത്. തൻ്റെ സ്വകാര്യ സമ്പത്തെല്ലാം അദ്ദേഹം ദരിദ്രർക്കും സഭയ്ക്കുമായി നൽകി. പള്ളിയിലെ സ്വർണ്ണപാത്രങ്ങൾ വിറ്റ് യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. ദൈവത്തിൻ്റെ ആലയത്തിലുള്ള സ്വർണം അത് പാവങ്ങളെ സഹായിക്കാനാണ്, പ്രദർശനത്തിനല്ല എന്ന് അദ്ദേഹം വിമർശകർക്ക് മറുപടി നൽകി. ഓരോ ദിവസവും ദരിദ്രർക്കായി അദ്ദേഹം സമയം മാറ്റിവെച്ചു. ആർക്കും എപ്പോഴും കടന്നു വരാവുന്ന ഒരു വീടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭക്ഷണം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും അദ്ദേഹം എല്ലാവർക്കുമായി വാതിലുകൾ തുറന്നിട്ടു. ആളുകൾ വന്ന് അദ്ദേഹം പഠിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു.
വിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. പദവികൾ അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റിയില്ല, മറിച്ച് അവരോട് കൂടുതൽ അടുപ്പിച്ചു. സന്യാസ ജീവിതത്തോടും കന്യകാത്വത്തോടും അദ്ദേഹം വലിയ ആദരവ് കാണിച്ചു. തൻ്റെ സഹോദരിയായ വിശുദ്ധ മാർസലീന ഒരു സന്യാസിനിയായിരുന്നു. കന്യാത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ അക്കാലത്ത് വലിയ സ്വാധീനം ചെലുത്തി. ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയ സന്തോഷത്തിന് പ്രാധാന്യം നൽകാൻ അദ്ദേഹം യുവജനങ്ങളെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പ്രസംഗമായിരുന്നു. വാക്കുകളേക്കാൾ പ്രവൃത്തികൾ സംസാരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്വന്തം ആവശ്യങ്ങൾ കുറയ്ക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിലാണ് വിശുദ്ധിയിരിക്കുന്നതെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ദരിദ്രരുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ മിലാനിലെ ജനങ്ങളുടെ ഹൃദയവിശുദ്ധനാക്കി മാറ്റി. അംബ്രോസിന്റെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ വധിക്കാൻ വന്ന ഒരു കൊലയാളിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ കൈകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അംബ്രോസിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. ശത്രുക്കൾ അദ്ദേഹത്തിനെതിരെ അനേകം കുതന്ത്രങ്ങൾ മെനഞ്ഞെങ്കിലും ദൈവകൃപയാൽ അദ്ദേഹം അവയെല്ലാം അതിജീവിച്ചു. മിലാനിലെ ഒരു പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്ഭുതകരമായിരുന്നു. വിശുദ്ധ ഗർവാസിയോസ്, പ്രോത്താസിയോസ് എന്നീ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന് വെളിപാട് ലഭിച്ചു. അവ കണ്ടെടുത്തപ്പോൾ അനേകം രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ വലിയൊരു തെളിവായി ജനങ്ങൾ കണ്ടു. പ്രാർത്ഥനയുടെ ശക്തിയിൽ അദ്ദേഹം പീഡനങ്ങൾ നേരിടുമ്പോൾ അദ്ദേഹം വിശ്വാസികളോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വിശ്വാസികൾക്ക് വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. അക്കാലത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ പോലും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിനു വേണ്ടിയായിരുന്നു. അത്ഭുതങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം സ്വയം പുകഴ്ത്താതെ എല്ലാ നന്ദിയും ദൈവത്തിന് നൽകി. ഒരു യഥാർത്ഥ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അംബ്രോസിൻ്റെ സാന്നിധ്യം മിലാൻ നഗരത്തിന് ഒരു വലിയ കോട്ട പോലെ സംരക്ഷണമേകി. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും അംബ്രോസ് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. 397 അദ്ദേഹം രോഗബാധിതനായി. താൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോഴും അദ്ദേഹം ശാന്തനായിരുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നില്ല, കാരണം അദ്ദേഹം അത്യന്തം കരുണയുള്ളവനാണ് എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞു. തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം സഭയുടെ ഭാവി പ്രവചിച്ചു. AD 397 ഏപ്രിൽ 4 ഒരു ദുഃഖ ശനിയാഴ്ച പുലർച്ചെ അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. മിലാൻ നഗരം മുഴുവൻ ആ വലിയ പിതാവിൻ്റെ മരണത്തിൽ ദുഃഖിച്ചു. ക്രിസ്ത്യാനികളും യഹൂദരും അവിശ്വാസികളും ഒരുപോലെ അദ്ദേഹത്തിന് വിട നൽകാൻ എത്തിച്ചേർന്നു. മിലാനിലെ ബസലിക്കയിൽ അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു. ഇന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു. സഭയുടെ വലിയ 4 പാശ്ചാത്യ വേദപാരംഗതന്മാരിൽ ഒരാളായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. അഗസ്റ്റിൻ, ജെറോം, ഗ്രിഗറി എന്നിവരോടൊപ്പമാണ് അംബ്രോസിൻ്റെ സ്ഥാനം. ബുദ്ധിശക്തിയും ഭരണ നൈപുണ്യവും ആത്മീയതയും ഒത്തുചേർന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ഇന്നും സഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ മരണം സഭയിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചു. എങ്കിലും അദ്ദേഹം എഴുതിവെച്ച ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠിപ്പിച്ച സ്തുതിഗീതങ്ങളും ഇന്നും വിശ്വാസികൾക്ക് ആത്മീയ ഊർജം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ പാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1. ദൈവവിളിക്ക് കീഴടങ്ങുക. സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻഗണന നൽകിയ അംബ്രോസ് അനുസരണത്തിൻ്റെ വലിയ മാതൃകയാണ്. 2. നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അധികാരമുള്ളവർക്ക് മുന്നിലും സത്യം വിളിച്ചു പറയാൻ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. 3. വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുക. നിത്യവും ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വിശുദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കൂ. 4. വിനയവും ലാളിത്യവും. ഉന്നത പദവികളിൽ ഇരിക്കുമ്പോഴും ദരിദ്രരോടൊപ്പം ആയിരിക്കാൻ അംബ്രോസ് കാണിച്ച മനസ്സ് നാം പഠിക്കേണ്ടതാണ്. 5. സഭയോടുള്ള വിശ്വസ്തത. സഭയുടെ നിയമങ്ങളും വിശ്വാസ സത്യങ്ങളും സംരക്ഷിക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടവനാണ്. 6. മറ്റുള്ളവരെ വളർത്തുക. അഗസ്റ്റിനെ വിശുദ്ധിയിലേക്ക് നയിച്ചതുപോലെ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം. 7.
പ്രാർത്ഥനയുടെ സംഗീതം. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നുള്ള ഗീതങ്ങളാക്കി മാറ്റുക. വിശുദ്ധ അംബ്രോസ് അധികാരത്തിൻ്റെ തിളക്കത്തേക്കാൾ വിശ്വാസത്തിൻ്റെ തേജസ്സിനെ സ്നേഹിച്ച സഭയുടെ തേൻമൊഴിയുള്ള ഇടയൻ. ചക്രവർത്തിമാരെ തിരുത്താനും വഴിതെറ്റിയവരെ നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ബന്ധം കൊണ്ടാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലും അംബ്രോസിൻ്റെ ജീവിതത്തിന് വലിയ പ്രസക്തിയുണ്ട്. പദവികൾക്കും അധികാരത്തിനും പിന്നാലെ ഓടുന്ന ലോകത്ത് ലാളിത്യവും സത്യസന്ധതയും എങ്ങനെ ഒരു മനുഷ്യനെ മഹാനാക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു.